അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വലിയ രീതിയിലൊരു ചർച്ചയാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിന് ഒരു കാരണവശാലും പുതിയ മുല്ലപ്പെരിയാർ ഡാം അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ, അതായത് പണി ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ. അപ്പം വിജയിനെതിരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് ജമിനിയോട് ചോദിക്കാം. ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, ജമിനിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. പണിയില്ല എന്ന് പറയുന്നു. തമിഴ്നാടിനെ സംബന്ധിച്ച് അവരുടെ 5 തെക്കൻ ജില്ലകളുടെ തേനി, മധുര, ദിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം കുടിവെള്ളവും കൃഷിയും പൂർണ്ണമായും ഈ ഡാമിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സുരക്ഷാവാദം. സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതികളും തമിഴ്നാടും വാദിക്കുന്നത് ഡാം ഇപ്പോഴും ഘടനാപരമായി സുരക്ഷിതമാണെന്നാണ്. പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തി ഡാം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. പുതിയ ഡാം നിർമ്മിച്ചാലുള്ള ഭയം. പുതിയൊരു ഡാം നിർമ്മിച്ച് അതിന്റെ നിയന്ത്രണം കേരളത്തിന്റെ കൈകളിലാകുമോ എന്ന ഭയം തമിഴ്നാടിനുണ്ട്. കൂടാതെ പുതിയ ഡാം പണിതാൽ വെള്ളത്തിന്റെ അളവ് കുറയുമോ എന്നും അവർ ആശങ്കപ്പെടുന്നു. അതുകൊണ്ടാണ് നിയമപരമായി അവർ പുതിയ ഡാമിനെ എതിർക്കുന്നത്. 4. പുതിയ ഡാം പണിതാൽ കരാർ പ്രശ്നമാകുമോ? കേരളത്തിന്റെ പ്രധാന ആവശ്യം കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നതാണ്. പുതിയ ഡാം നിർമ്മിച്ചാലും തമിഴ്നാടിന് നിലവിൽ ലഭിക്കുന്ന അത്രയും വെള്ളം നൽകാൻ കേരളം തയ്യാറാണ്. എന്നാൽ പുതിയ ഡാം നിർമ്മിക്കുമ്പോൾ പഴയ 999 വർഷത്തെ കരാർ സ്വാഭാവികമായും റദ്ദാകുകയോ പുതിയൊരു കരാർ ഉണ്ടാക്കേണ്ടി വരികയോ ചെയ്യും. ഇത് തമിഴ്നാടിന്റെ നിലവിലെ കുത്തകാവകാശം നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം എന്ന് അവർ കരുതുന്നു. ഇതുകൊണ്ടാണ് പുതിയ ഡാം എന്ന ആശയത്തോട് തമിഴ്നാട് യോജിക്കാത്തത്. അപകട സാധ്യതയെക്കുറിച്ച്. ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യതയുള്ള സൈസ്മിക് സോൺ 3 പ്രദേശത്തായതിനാലും 130-ലധികം വർഷം പഴക്കമുള്ളതിനാലും ജനങ്ങളുടെ ആശങ്ക തികച്ചും ന്യായമാണ്. ഐഐടി റൂർക്കി അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തിയ പഠനങ്ങളിൽ ഡാമിന്റെ പഴക്കം സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിലവിൽ സുപ്രീം കോടതി നിശ്ചയിച്ച ഒരു മേൽനോട്ട സമിതിയാണ് സൂപ്പർവൈസറി കമ്മിറ്റി ഡാമിന്റെ സുരക്ഷയും ജലനിരപ്പും നിരീക്ഷിക്കുന്നത്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കേട്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, തമിഴ്നാട്ടിൽ ആര് മുഖ്യമന്ത്രി ആയാലും പ്രിയ സുഹൃത്തുക്കളെ ഒരിക്കലും ഡാം പുതുക്കി പണി ചെയ്യാൻ സമ്മതിക്കില്ല. അത് അവിടെ അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ തമിഴ്മാർ ഒരിക്കലും വിടില്ല. കേരളത്തിൽ ഒരുപാട് ആളുകൾ അവിടെ പോയി ജോലി ചെയ്യണം, എല്ലാവരും ആക്രമിക്കാൻ ശ്രമിക്കും, ട്രെയിനൊക്കെ തടയും. അറിയാമല്ലോ, പണ്ട് പാലക്കാടത്തെ ഡിപ്പോ എടുത്ത് തമിഴ്നാട്ടിലേക്ക് മാറ്റിയപ്പോൾ വീണ്ടും പാലക്കാട്ടേക്ക് വേണമെന്ന് പറഞ്ഞ് പാലക്കാട്ടിൽ സമരം ചെയ്തപ്പോൾ, കേരളം മൊത്തം സമരം ചെയ്തപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രെയിന് അവർ മൊത്തം തടഞ്ഞ്, കേരളത്തിലേക്ക് വരുന്ന ട്രെയിന് സാധനങ്ങൾ വരുന്നത് എല്ലാവരും ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേരളത്തിൽ പുതിയ ഒരു ഡാം പണി ചെയ്യാൻ തീരുമാനിച്ചാൽ 100% തമിഴ്നാട്ടുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് ഏത് മുഖ്യമന്ത്രി വന്നാലും ശരി, വിജയ് മാത്രമല്ല. അപ്പൊ വിജയിനെ വലിയ രീതിയിൽ ഈ കേരളത്തിന്റെ അകത്ത് സൈബർ ആക്രമണം ചെയ്യുന്നുണ്ട്, സൈബറിന്റെ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അയാളെ വലിയ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അത് വിജയ് എന്നല്ല, ഇനി ആര് വന്നാലും പുതിയതായിട്ട് ഡാം പണി ചെയ്യാൻ വിടില്ല. അതാണ് അതിന്റെ സത്യം. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇനി ലൈവിലുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനി ലൈവിലായിരിക്കും. അപ്പോൾ ഒഴിവുള്ളപ്പോൾ സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് വീഡിയോ കാണാം.